പഞ്ചഭൂതങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഈ നിമിഷം എന്നെ ഇവിടെ നിലനിർത്തുന്ന എൻ്റെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന പരമാത്മ ചൈതന്യമാണ് ഈശ്വരൻ. ഈശ്വരൻ്റെ നിർവചനമാണ് അത്. ആ ഈശ്വരൻ നമുക്ക് സ്കാൻ ചെയ്താൽ ഹൃദയം കാണും, മറ്റുള്ളതെല്ലാം കാണും. ഈ ഈശ്വരൻ അതിൻ്റെയും ഉള്ളിൽ ഒരു താമരമുട്ടിൻ്റെ ഇലയിലായിട്ട് എല്ലാവരിലും ഒതുങ്ങി നിൽക്കുന്ന ചൈതന്യമാണ്. അതാർക്കും വലുതുമില്ല, അതാർക്കും ചെറിയതായിട്ടുമില്ല, എല്ലാം സമമായിട്ട് ഉള്ളതാണ്. ഒരാൾക്ക് കൂടുതലുമില്ല, ഒരാൾക്ക് കുറവുമില്ല. അതുകൊണ്ട് തന്നെ ആരും ആരിലും മേലെയുമല്ല, ആരും ആരിലും ചെറുതുമല്ല. എല്ലാവരും സമമായിട്ട് എല്ലാവരെ കാണുമ്പോൾ വിനീതമായിട്ട് സംസാരിക്കുക, പെരുമാറാൻ പഠിക്കുക. ഇതെല്ലാം നമ്മൾ ഇന്ന് വരെ ആചരിച്ചു വന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ മാറ്റി മറിച്ചിട്ട് നമുക്ക് ദൈവത്തിൻ്റെ അടുത്ത് എത്താൻ ഒരു പരിധി എല്ലാവരും കഴിഞ്ഞു. ഇനി എല്ലാവരും ആ ഭഗവാന്റെ അടുക്കൽ, നമ്മുടെ ലക്ഷ്യം ഭഗവാന്റെ അടുത്ത് എത്തുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലേക്ക് നീങ്ങുമ്പം നമുക്ക് എല്ലാ കാര്യങ്ങളും ഓർമ്മ വരും. ഞാനിവിടെ പറയാൻ വന്ന വാക്കുകൾ മേൽപ്പത്തോർ ഭട്ടതിരി, അവരുടെ ഗുരു അച്യുത പിഷാരടി. ആ പിഷാരടിക്ക് വാതരോഗം പിടിപെട്ടു. ആ വാതരോഗത്തിന് സഹിക്കാൻ പറ്റാത്ത വേദന വന്നപ്പോൾ ശിഷ്യൻ്റെ കടമയാണ്, ഒരു ശിഷ്യൻ്റെ കടമയാണ് ഗുരുവിന് ആശ്വാസം കൊടുക്കുക, ഗുരുവിന് ഇത് കൊടുക്കുക, ഗുരുവിൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കുക. അങ്ങനെ ആ ഗുരുവിനെ സഹിക്കാൻ കഴിയാത്ത വേദന കണ്ടപ്പോൾ മേൽപ്പത്തൂർ ഭട്ടതിരി പറഞ്ഞു, അങ്ങയുടെ വേദന ഞാൻ ഏറ്റെടുത്തുകൊള്ളാം. പണ്ട് കാലങ്ങളിൽ അങ്ങനെയായിരുന്നു. ഗുരുകുലവാസം കഴിഞ്ഞ് ഗുരുവിന് എന്താ വേണ്ടതെന്ന് ഗുരു പറയുമായിരുന്നു. ആ പറയലിൽ അങ്ങനെ ഈ അച്യുത പിഷാരടിയുടെ വാതരോഗം മേൽപ്പത്തൂർ ഭട്ടതിരി ഏറ്റുവാങ്ങി. കുറേ കഴിഞ്ഞപ്പോൾ ഭട്ടതിരിക്കും വാതരോഗം കൊണ്ട് സഹിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നു. ആ അവസ്ഥ വന്നപ്പോൾ എഴുത്തച്ഛൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു, എനിക്ക് തീരെ സഹിക്കാൻ പറ്റുന്നില്ല, ഞാനിങ്ങനെ ഏറ്റുവാങ്ങിയതാണ്, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, എനിക്ക് ഇതിനെന്താ ഒരു മാർഗം വഴി ഒന്ന് പറഞ്ഞു തരണം. അങ്ങനെ പറഞ്ഞിട്ട് എഴുത്തച്ഛൻ പറഞ്ഞു മീൻ തൊട്ടുകൂട്ടുക. ഊഴാണിട്ട് ഞാൻ മീൻ തൊട്ടുകൂട്ടാനോ? എഴുത്തച്ഛൻ പറഞ്ഞു, അതല്ല അർത്ഥം. മീൻ തൊട്ടുകൂട്ടുക എന്ന് പറഞ്ഞാൽ മീൻ തൊട്ടുകൂട്ടുക എന്നുള്ളത് ഭാഗവതത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ഇതാണ്. അത് ആരംഭം മുതൽ അവസാനം വരെയുള്ള ഭഗവാന്റെ അവതാരങ്ങൾ, ജനനങ്ങൾ ഭഗവാന്റെ ആ ഇത് തൊട്ട് വർണ്ണിക്കുക, വിശദീകരിച്ച് വർണ്ണിക്കുക. അത് സന്തോഷപ്പെട്ടാൽ, ആ ഭഗവാൻ ആവർത്തിച്ചിട്ട് സന്തോഷിച്ചാൽ നിങ്ങളുടെ വാതരോഗം മാറിക്കിട്ടും. അങ്ങനെ മേൽപ്പത്തൂർ ഭട്ടതിരി എല്ലാം എടുത്ത് ഗുരുവായൂരിലേക്ക് പോവുകയാണ്. ഗുരുവായൂരിൻ്റെ മുമ്പിലെത്തി, ഭഗവാന്റെ മുമ്പിലെത്തി ഭഗവാൻ പറയുന്നു, പിന്നെ ഭഗവാനോട് പറയുന്നു, ഭഗവാനെ നമ്മളെല്ലാം പോയി പറയുന്ന പോലത്തെ ഉള്ള ഒരവസ്ഥയിൽ ഭഗവാനോട് പോയി പറയുന്നു, ഭഗവാനെ ഞാൻ ഇങ്ങനെ ഭഗവാന്റെ അവതാരങ്ങൾ വർണ്ണിക്കാൻ വേണ്ടി ഞാൻ വന്നതാണ്, എന്നെ അതിന് സഹായിക്കണം, എനിക്ക് വേണ്ടുന്നതൊക്കെ അനുഗ്രഹിച്ചിട്ട് ഭഗവാൻ. അങ്ങനെ മേൽപ്പത്തൂർ ഭട്ടതിരിക്കൊരു മുറിയും മേശയും കസേരയൊക്കെ കൊടുത്ത് എഴുതാൻ തുടങ്ങിക്കോളൂ എന്ന് പറഞ്ഞു. ജ്യോത്സ്ന ചൂടോടെ നമുക്ക് തരുന്നുണ്ട്. പിന്നെ അങ്ങനെ ഗുരുവായൂരിൽ എത്തി 99 ദിവസം 99 ദശകം ഭഗവാൻ എഴുതി ആ ഭഗവാന്റെ മുന്നിൽ സമർപ്പണം ചെയ്തപ്പോൾ ഇനിയാണ് കേശാദിപാദി വർണ്ണന തുടങ്ങുന്നത്. അഗ്രേ പശ്യാമി തേജോ നിബിഡതര കലായാവലിലോകനീയം പീയൂഷാപ്ലാവിതോ തദനു തതുതരേ ദിവ്യ കൈശോരവേഷം. അഗ്രേ പശ്യാമി, ഞാൻ കാണുന്നു.
ഭഗവാനെ നിബിഡതരം തേജോ നിബിഡതരം മുഴുവനും ഇട്ടതോർന്നിട്ട് നിൽക്കുന്ന കായാമ്പൂവിൻ്റെ കുലകളിങ്ങനെ നിറഞ്ഞ് നിബിഡതരമായിട്ട് നിൽക്കുന്നു. വളരെ ഭംഗിയിൽ പീയൂഷാപ്രാവിലോഹം തദനു തതുതരെ ദിവ്യ കൈശോരവേഷം. പീയൂഷാപ്രാവിലോഹം ആ സുമേറ്റി ഉള്ളതാണ് ഇതിൽ ആ വൃത്തത്തിന് ചുറ്റും ഗുരുവായൂരിലെ ആ വൃത്തത്തിന് ചുറ്റും പെട്ടെന്ന് ഒരു അരുണിമ കളർന്ന ഭഗവാനെ ഞാൻ എത്രയോ 99 ദശകം 99 ദശകം മക്കളെ ഇങ്ങനെ പറഞ്ഞു തരണം. ഇടയ്ക്ക് വിട്ടുപോകാൻ ഉള്ളതായാലും പേര് മറന്നു പോകും. ദശകം ഞാൻ എഴുതി കഴിഞ്ഞു, ഭഗവാനെ എന്നെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഭഗവാന്റെ മുമ്പിൽ മേൽപ്പത്തൂർ ഭട്ടതിരിയുടെ മുമ്പിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെടുന്ന ആ ഇതാണ് വർണ്ണിക്കുന്നത്. അഗ്രേ പശ്യാമി ഞാൻ കാണുന്നു തേജോ നിബിഡതരം കലായാവലി ലോഭനീയം. ഇഷ്ടം പോലെ ഇടതോർന്നു നിൽക്കുന്ന കായാമ്പൂ വർണ്ണം, അതിൻ്റെ ഇടയിൽ കൂടി ഭഗവാന്റെ രൂപം, ആ മുറി മുഴുവൻ ഇളം നീലകർണ്ണ ഇന്ദ്രനീല കല്ലിൻ്റെ ഏറ്റവും ഇളയ നീല, അതായത് കുട്ടിക്കൃഷ്ണൻ്റെ ഉണ്ണികൃഷ്ണൻ്റെ നീല കളറ്. അത് അരുണിമ തരുണിതം. അത് വളരെ വളരെ ഓരോ പ്രാവശ്യവും പറയുന്നുണ്ട്. അതെന്ന് വെച്ചാൽ അതിമനോഹരമായ ആ കളറിൻ്റെ അകത്തുനിന്ന് ഭഗവാന്റെ മുഖം ഇങ്ങനെ ദർശനം ഇങ്ങനെ വരുന്നു. അത് അത്യന്ത സുന്ദരമായിട്ട് മേൽപ്പത്തൂർ ഭട്ടതിരിക്ക് ആകെ രോമാഞ്ചം. അവിടെ നിന്ന് ആരൊക്കെ നിൽക്കുന്നു. ദിവ്യ കൈശോര വേഷം എന്ന് പറഞ്ഞാൽ ആ കാണുന്ന രൂപം കൗമാരം കഴിഞ്ഞ് യൗവനത്തിലേക്ക് കാലെടുത്ത് വെക്കുന്ന ആ ഭഗവാന്റെ രൂപം മേൽപ്പത്തൂർ കാണുന്നു. അപ്പം മേൽപ്പത്തൂരിനാകെ രോമാഞ്ചം വന്നിട്ട് താരുണ്യാരംഭരമ്യം പരമസുഖരസാസ്വാദ രോമാഞ്ചിതാംഗൈ രോമാഞ്ചം വന്നു. ആ ഗീതം ആ ഇതിനെ കൊണ്ട് ചുറ്റപ്പെട്ട നാരദാദൈ വിലസുതോപനിഷത്ത് സുന്ദരി മണ്ഡലൈസ്തവ. ഉപനിഷത്ത് എന്ന് പറഞ്ഞാൽ മറ്റേ മാതിരിയുള്ള വേദങ്ങളിലുള്ളതല്ല. ഈ ഉപനിഷത്ത് എന്ന് പറഞ്ഞാൽ അടുത്ത് ഭഗവാന്റെ അടുത്ത് ഉപവാസം കിട്ടിയ ആരൊക്കെയുണ്ട്? നാരദർ, മുനിമാർ, വിലസുത ഉപനിഷത്ത് അടുത്തായിട്ട് സുന്ദരി മണ്ഡലേശ്വര, കുറേ ഒരുപാട് സുന്ദരികളും. ഈ സുന്ദരി മണികൾ ആരാണെന്ന് വെച്ചാൽ ഗോപശ്രീകൾ. അഗ്രേ പശ്യാമി തേജോ നിബിഡതര കലായാവലി ലോഭനീയം പീയൂഷാപ്ലാവിദോഹം തദന തരുതരെ ദിവ്യ കൈശോരവേഷം. ദിവ്യ കൈശോരവേഷം ഭഗവാന്റെ യൗവനാവസ്ഥ. താരുണ്യാരംഭരമ്യം പരമസുഖരസാസ്വാദ രോമാഞ്ചിതാംഗേ. ഭഗവാന്റെ ആ തരുണാതാരിൽ എല്ലാവർക്കും രോമാഞ്ചിതം വന്നു. ആ വീതം നാരദാരാതായി വിലസുതുപനിഷത്ത് സുന്ദരി മണ്ഡലൈശ്ചൈവ. നാരദാരികളും മുനിമാരും സുന്ദരിമാരും കൃഷ്ണൻ്റെ സുന്ദരിമാരും. പിന്നെ അതിന് മേലെയായി മേലെ നിന്ന് ദേവകളും ദേവന്മാരും എല്ലാം അവിടെ ഭഗവാന്റെ ഉദ്ധാരണമാണ്. അപ്പം അവിടെ എല്ലാം നടക്കുന്നുണ്ട്. എല്ലാവരും ഇതാണ്. ഇനി ഭഗവാന്റെ കറുത്തിരുണ്ട നദിയുടെ അഗ്രഭാവം നീലാഭം കുഞ്ചിതാഗ്രം കനമമലതരം സമേതം ചാരുഭംഗ്യാം രത്നോത്തം സാവിരാമം വലയിതമുദയ ചന്ദ്രകൈ പഞ്ചജാലൈ മന്ദാരശ്രജ്ഞവീതം തവ മൃദുകബരീ ഭാരമാലോകയേഹം സ്നിഗ്ധ ചേതോർദ്ധ പുണ്ട്രാം അഭിച സുലലിതാം പാലപാലേന്ദുവീതീം. നീലാഭം തലയെപ്പറ്റി മുഖം കണ്ടു തലയെപ്പറ്റി വർണ്ണിക്കുവാന്ന്. നീലാഭം കുഞ്ചിതാംഗം. നീലാഭം എന്ന് പറഞ്ഞാൽ കറുത്തിരുണ്ട അഗ്രഭാവം കനമമലതരം. നമ്മൾ പറയും നല്ല മുറ്റുള്ള മുടിയാണ്. മുറ്റുള്ള മുടി അതിനാണെങ്കിൽ ഒട്ടും അഴുക്കുമില്ല. നല്ല ഇതായിട്ട് അഴുക്കില്ലാത്ത മുടി കനത്തിലുണ്ടാകുമ്പോൾ അത് ഭഗവാന്റെ ആ തലയിൽ ഇങ്ങനെ ചുരുട്ടി അതിന് ചുറ്റും എന്തെങ്കിലും
വലയിതമുദയം, വലയപ്പെട്ടിരിക്കുന്നു. എന്തെന്ന്? കിരീടം. ആ കിരീടത്തിൻ്റെ ചന്ദ്രകൈ, വലയിതമുദയ ചന്ദ്രകൈ പിഞ്ചജാലേ, മയിൽപീലികളാണ്. ആ മാലയ്ക്ക് ചുറ്റും മയിൽപീലികളും കുത്തിയിരിക്കുന്നു. ആ മയിൽപീലിയുടെ ആ കണ്ണുകൾ മന്ദാരസ്രഗ്നിവീതം, മന്ദാരമാല കൊണ്ട് ചുറ്റപ്പെട്ട കബരീഭാരം, ഭാരമാലോകയേഹം സ്നിഗ്ധ ശ്വേതോ പുണ്ട്രാം അപിച സുലലിത ഫാലബാലേന്ദുവീതീം. സ്നിഗ്ധം ശ്വേതോർദ്ധ പുണ്ട്രാം, ഭഗവാന്റെ കബരി കിരീടം കഴിഞ്ഞാൽ അതിൻ്റെ മേലെ മയിൽപീലി ചുറ്റും. ആ മയിൽപീലിയിലെ കണ്ണുകൾ നമ്മളെ നോക്കുന്നതായിട്ട് കാണും, നമുക്ക് മനസ്സിലാവുന്നു. അപിച സുലലിതാം ഫാലവേന്ദു വീതി, ഫാലബാലേന്ദു വീതി, തിരുനെറ്റിത്തടം, ഭഗവാന്റെ തിരുനെറ്റിത്തടം ഗോപിക്കുറി കൊണ്ട്, വെള്ള, സ്നിഗ്ധ എന്ന് പറഞ്ഞാൽ വെളുത്ത, ഗോപിക്കുറി കൊണ്ട് തൊട്ടിരിക്കുന്നു. വിവരിച്ച ഇത് ഭഗവാനെ എൻ്റെ കൺമുൻപിൽ എന്നും കാണുമാറാകണേ. ഇനി 8 പേര് ഒപ്പരാണ് ചൊല്ലുന്നത്. അതെന്തെന്നാ? ഭഗവാന്റെ കടാക്ഷം. ഹൃദ്യം പൂർണ്ണാനുകമ്പാർണവ മൃദുലഹരി ചഞ്ചലഭ്രൂ വിലാസൈ ആനീല സ്നിഗ്ധ പഷ്മാവലി പരിലസിതം നേത്രയുഗ്മം വിബോധേ. സാന്ദ്രച്ഛായം വിശാലാരുണ കമലദലാകാരം ആമോദതാരം കാരുണ്യലോകലീല ശിശിരിതഭുവനം ക്ഷിപ്യതാമയ്യനാഥേ. ഹൃദ്യം, വളരെ ഹൃദ്യമായ പൂർണ്ണാനുകമ്പാർണവ മൃദുലഹരി. ഇങ്ങനെ ഡാഷ് കാണുന്നൊരിക്കലും ഒറ്റ വിരിയൽ വായിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഹൃദ്യം പൂർണ്ണാനുകമ്പാർണവം, ഭഗവാന്റെ പൂർണ്ണാനുകമ്പ അർണവം, സമുദ്രത്തിലെ തിരമാലകൾ പോലെ ഭഗവാന്റെ മുഖം വളരെ ദയനീയമായിരിക്കുന്നു. നമ്മളോട് പൂർണ്ണ അനുകമ്പയുള്ള ആ കണ്ണുകളാണെങ്കിൽ ഇങ്ങനെ ഇളകിക്കളിക്കുന്നു, പുരികക്കൊടികൾ ഇളകിക്കളിക്കുന്നു. ഹൃദ്യം പൂർണ്ണാനുകമ്പാർണവ മൃദുലഹരി ചഞ്ചല ഭ്രൂവിലാസം, ഭഗവാന്റെ അനുകമ്പയാർന്ന കണ്ണുകളുടെ പുരികക്കൊടി ചഞ്ചലം ചലിക്കുന്നു. ഭ്രൂവിലാസൈ, പുരികക്കൊടി ചലിക്കുന്നു. ആനീല സ്നിഗ്ധ പഷ്മാവലി പരിലസിതം നേത്രയുഗ്മം വിബോധേ. അതിൻ്റെ നേത്രയുഗ്മം, പീലികളാണ്, കണ്ണിൻ്റെ പീലികളാണ് വർണ്ണിച്ചത്. അതിൻ്റെ നേത്രയുഗ്മം ആനീല സ്നിഗ്ധ പഷ്മാവലി പരിലസിതം, കറുത്ത അതിങ്ങനെ ഇളകിക്കളിക്കുമ്പം എന്താ നമുക്ക് തോന്നുന്നത്? നമ്മുടെ കണ്ണിൽ ഒരു വെള്ളത്തിൻ്റെ പശിമയുണ്ട്. നിഷേധി വെള്ളത്തിൻ്റെ ഒരു പശിമയുണ്ട്. ആ പശിമ ഇളകിക്കളിക്കുമ്പം കണ്ണുകൾ എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ കൈശോര വേഷമാണെങ്കിലും, അതായത് യൗവനത്തിൻ്റെ ആരംഭമാണെങ്കിലും ഭഗവാൻ വലുതാണെന്ന് നമ്മൾ വീണ്ടുന്നിടത്ത് ചിന്തിക്കണം. അതാണ് ആ വെള്ളം ഇളകുന്നത് സമുദ്രത്തിലെ തിരമാലകളെല്ലാം പോലെ അത് ഇളകിക്കളിക്കുന്നു. ഇനി 4-മത്തത് ഉയർന്ന മൂക്ക്. മൂക്കിനെ പറ്റിയാണ്, കണ്ണുകൾ പറഞ്ഞു. പിന്നെ ഇനി മൂക്കിനെ പറ്റിയാണ് പറയുന്നത്. ഉത്തുംഗോലാസിനാസം ഹരിമണിമകുര പ്രോലസ ഗണ്ഡപാലേ വ്യാലോല കർണപാശാഞ്ചിത മകരമണി കുണ്ടലദ്വന്ദ്വദീപ്രം ഉന്മീല തന്തപംക്തി സ്ഫുരതരുണതരച്ഛായ ബിംബാദരാന്തേ പ്രീതി പ്രസ്യന്തി മന്ദസ്മിതം മധുരതരം വക്രമുദ്ഭാസതാമേ. ഉയർന്നു പൊങ്ങിയ ലേശം വളഞ്ഞ ആ മൂക്ക് നമ്മൾ സൗന്ദര്യത്തിൻ്റെ ലക്ഷണമായിട്ട് കാണുന്നു. ഭഗവാന് അങ്ങനെയുള്ള മൂക്കാവുള്ള ഹണിമണി മുകുര, ഉയർന്ന മൂക്ക്. പ്രോലസത് ഗണ്ഡപാലി, ഇന്ദ്രനീലം പോലെ നീലിമയാർന്ന തെളിഞ്ഞ കണ്ണാടി പോലെയുള്ള മുഖം. വ്യാലോലകർണപാശാഞ്ചിത മകരമണി കുണ്ടല ദ്വന്ദ്വദീപ്രം, ആ തൊണ്ടിപ്പഴം പോലെയുള്ള ഭഗവാന്റെ മുഖത്തിന് കവിളത്ത് കണക്കായിട്ട് മകരമണി കുണ്ടല ദ്വന്ദ്വദീപ്രം. മകരമണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മകരമത്സ്യത്തിൻ്റെ ആകൃതിയിലുള്ള കുണ്ടലം,
കുണ്ടലങ്ങൾ, കാതുകൾ ഭഗവാന്റെ കാതുകൾ ആ സൗന്ദര്യം കൂടിയിരിക്കുന്നു. ഉന്മീല ദന്തപങ്ക്തി സുരതരുണധരച്ചായ ബിംബാദരാന്ത ഹീം പ്രസ്യന്തി മന്ദസ്മിതം മധുരതരം പത്രമുദ്ഭാസതാമേ. ഹൃദ്യം പൂർണ്ണാന് കമ്പാർണവം, ഭഗവാന്റെ മൃദുവായ കമ്പാർണവം, സമുദ്രത്തിന് തുല്യമായ ആ അർണവം നമുക്ക് നേരെ അത് മേൽപ്പത്വം ഭഗവാനെ കൊണ്ട് എഴുതുന്നതാണെങ്കിലും ഭഗവാൻ നമുക്ക് ഭക്തന്മാർക്ക് വേണ്ടിയിട്ടാണ് ഇതൊക്കെ എഴുതിപ്പിച്ചത് എന്നാണ് പറയുന്നത്. അതിൽ പറയുന്നുണ്ട് കമലദലാരകാരം മുഗ്ധതാരം സാന്ദ്രച്ഛായം, തൊണ്ടിപ്പഴം പോലെയുള്ള ഭഗവാന്റെ മുഖത്ത് ആ കാരുണ്യ ലീലകൾ എന്ന് പറഞ്ഞാൽ ഭഗവാൻ എന്തൊക്കെയാ ചെയ്തു കൂട്ടുന്നു. അത് ദാമോദര മാസത്തിൽ പറയുന്നുണ്ട്. അത് എന്തൊക്കെ കളികളാണ് യശോദാമ്മേനെ കൊണ്ട് കളിപ്പിക്കുന്നത് പറയാൻ പറ്റില്ല. അത് 47 48 ഇതാണ് ഭഗവാന്റെ ചെറിയ ലീലകൾ പറയുന്നതാണ്. ഈ കാരുണ്യ ലോകലീല, ലോകങ്ങളിലും വെച്ചിട്ട് ഉള്ള ഭഗവാന്റെ ആ ലീലകൾ ശിശീതഭൂപനം, കുളിപ്പാർന്ന, നമുക്കെല്ലാം കുളിരു പോരുന്ന അനുഭവമാണ്. അങ്ങനെയുള്ള ക്ഷിപ്യത ഭഗവാനെ കാരുണ്യ കടാക്ഷം അനാഥനായ എന്നിൽ പരിയണമേ ഭഗവാനെ. കാരുണ്യ ലീലകൾ, ഭഗവാന്റെ കാരുണ്യ ലീലകൾ, മയി അനാഥ, അതായത് ഈ ലോകത്തിൽ വെച്ചിട്ട് അനാഥനായ എനിക്ക് ആരോരുമില്ലാത്ത എനിക്ക്, അനാഥനായ എനിക്ക് ഭഗവാൻ ആ മുഖം കാണിത്തരേണമേ, കാണുമാറാകണമേ. അത് നമ്മളോടെല്ലാം പറയുന്നതാണ്. ദ്വന്ദ്വദീപം, കുണ്ടല ദ്വന്ദ്വദീപം മണി ഇത് കഴിഞ്ഞ് ഉന്മീല ദന്തപങ്ക്തി സുരതരുണതരച്ചായ ബിംബാന്തരാന്ത പ്രീതി പ്രസ്യന്തി മന്ദസ്മിതം മധുരതരം പത്രമുദ്ഭാസമാനം. ആ മൂക്കും കുണ്ടലങ്ങളും ബിംബാദരാന്തം എന്ന് പറഞ്ഞാൽ ആ അതരം കാണുമ്പം നമുക്ക് ചെറിയ പല്ലുകളും ആ ഭഗവാന്റെ മുഖം ചെറിയ പല്ലുകളായിട്ട് നമുക്ക് ചിരിക്കുന്നത് പോലെ തോന്നും. ആ ചിരിയുടെ ഒരു അലകൾ, അതായത് ഭഗവാനെ വലിയ ലോകം മുഴുവൻ നിറഞ്ഞ ഭഗവാന്റെ ചിരി എത്രത്തോളമുണ്ട്, ഒരു നദി പോലെ ഒഴുകുന്നു എന്ന് പറയുന്നത്. പ്രീതി പ്രസ്യന്തി മന്ദസ്മിതം മധുരതരം വക്ത്രമുദ്ഭാസതാം, അങ്ങനെയുള്ള വക്ത്രം ഉദ്ഭാസതാം മേ ഭഗവാനെ എനിക്ക് തെളിഞ്ഞു കാണുമാറാകണേ. ബാഹുത്വേന രത്നോജല വലയഭൃതാം, അഞ്ചാമത്തതാണ്. രത്നോജല വലയഭൃതാം ശോണപാണി പ്രവാലേ നോപാത്താം വേണുനാലി പൃശ്യത നയമയൂഖാംഗിനി സംഘശാരാം. ബാഹുദ്വന്ദ്വന കൈകളിൽ രത്നോജല വലയഭൃതം നിറച്ചും, പിന്നെ തികച്ചും രത്നങ്ങൾ അണിഞ്ഞ ഭഗവാന്റെ രത്നവലയാമൃതം, രത്നങ്ങൾ, മുത്തുകൾ, മാലകൾ എല്ലാം ഭഗവാന്റെ ആ വലയഭൃതം കൈകളിൽ വലയപ്പെട്ടിരിക്കുന്നു. ശോണിപാണപ്രവാലി നോപാതാം വേണുനാരി പ്രസുത നഗമയുഗാംഗുലി സംഘശാര. ആ വേണു മുരളിയിൽ നിന്ന് രാഗങ്ങൾ, ഈണങ്ങൾ, താളങ്ങൾ പോലുള്ള നല്ല മധുരതരമായ രാഗം ഭഗവാൻ പുറപ്പെടുവിക്കുന്നു. ആ രാഗങ്ങൾ കൃത്വ വക്രാരവിദ്യേ സുമധുര വികസ ദ്രാഗമുദ്ഭാവ്യമാനേ. വക്താരവിന്ദം കൃത്വ താമര പോലെയുള്ള സുമധുര വികസ ദ്രാഗമുദ്ഭാവ്യമാനേ. ഭഗവാനെ അങ്ങയുടെ താമര പോലെയുള്ള മുഖവും വക്താരവിന്ദം താമരയിൽ ജനിച്ച പോലെ മുരളി ഗാനങ്ങളും ബാഹുദ്വന്ദ്വേന 2 കൈകളിലുമുള്ള രത്നവലയാഞ്ചിതമായ ഇതും കാണുന്നു. ശബ്ദ ബ്രഹ്മമൈസ്ത്വൈസ്തം
ശിശിരിതഭുവനെ സിഞ്ചനീ കർണവീതിയിൽ. ആ വളകളുടെ ഇത് ബാക്കിയുള്ളതെല്ലാം ഉള്ളിലേക്ക് മിന്നിത്തിളങ്ങുന്ന ആ ഭാഗം എൻ്റെ കർണപുടങ്ങളിൽ, എൻ്റെ കണ്ണുകളിൽ ആ ഇത് കാണുമാറാകണമേ. ഉത്സർപ്പ കൗസ്തുഭ ശ്രീ തതിബിര അരുണിതം കോമലം കണ്ഠദേശം പക്ഷ ശ്രീവത്സരമ്യം തരളതര സമുദ്രീ പ്രഹാരപ്രധാനം നാനാവർണ്ണ പ്രസൂനാവലി കിസലയിനിയും അധിക സ്ഥലത്തും കാണുന്നുണ്ട്. അരുതരുണിമയും അത് ഭഗവാന്റെ ഓരോ തലത്തിലുള്ള അർത്ഥങ്ങൾ വേറെ വേറെയാണ്. എല്ലാം മനോഹരം, അതിമനോഹരം എന്നുള്ളത് തെളിയിക്കുന്ന ആണ്. അപ്പം ശ്രീവത്സരമ്യം തര ഉത്സർപ്പ കൗസ്തുഭ ശ്രീ തതിബിര അരുണിതം ഉള്ളിലേക്ക് മിന്നിത്തിളങ്ങുന്ന കോമളം കണ്ഠദേശം. ഭഗവാന്റെ കണ്ഠദേശം മാറും ശ്രീവത്സമാണ് വർണ്ണിക്കുന്നത്. ഉത്സർപ്പ കൗസ്തുഭ ശ്രീ തതിബിര അരുണിതം കോമളം കണ്ഠദേശം ഉള്ളിലേക്ക് മിന്നിത്തിളങ്ങുന്ന ഭഗവാന്റെ എല്ലാം ഇവിടെയെല്ലാം രത്നമാലകൾ അണിഞ്ഞ് കോമളം കണ്ഠദേശത്തിൽ അണിഞ്ഞിട്ട് അതിൻ്റെ ആ രത്നത്തിൻ്റെയും മുത്തുകളുടെയും പവിഴങ്ങളുടെയും നിറങ്ങൾ ഭഗവാന്റെ ആ വെളിച്ചം ഭഗവാന്റെ മുഖത്തിലേക്ക് ഇങ്ങനെ വരുന്നു. ആ വരുന്ന അത് അതിമനോഹരമായിട്ട് വന്യമാല. പിന്നെ വേറെ ഒന്ന് നാനാവർണ്ണ പ്രസൂനാവലി കിസലയിന് തളിര് പോലെയുള്ള, ഇവിടെ കിസലയിന് തളിര് പോലെയുള്ള നാനാവർണ്ണത്തിലുള്ള പുഷ്പങ്ങൾ. വളരെ ലളിതമായത്. ഭഗവാന്റെ ശരീരമേ വളരെ ലോലമാണ്. ഇന്ദ്രനീലക്കണ്ണാടി പോലെ മിനുമിനുത്ത അരുണിതം. പ്രസവിച്ച കുട്ടികളുടെ കാലെന്ത് നിറമുണ്ടാവുക? ചുവപ്പ് നിറം. ഭഗവാന്റെ പാദങ്ങളും ഭഗവാന്റെ നഖങ്ങളും ഭഗവാന്റെ ഇതെല്ലാം ആ തൃക്കഴുത്തും എല്ലാം അരുണിമയുള്ള ആ ഇളം ചുവപ്പും ഇളം നീലയാണ്. ഇന്ദ്രനീലക്കല്ല് പോലലിഞ്ഞു പോയ മാനസം. അത്രയും അലിഞ്ഞു പോകുന്ന ഭഗവാന്റെ സൗരഭാകൃഷ്ട ലോകം, ഈ ലോകത്തെ മുഴുവൻ ബന്ധിപ്പിക്കുന്ന ആ രൂപം എൻ്റെ മുമ്പിൽ എന്നും മായാതെ, ഞാൻ വർണ്ണിച്ച ആ രൂപം എന്നും മായാതെ എൻ്റെ മുന്നിലല്ല ഹൃദിസ്ഥിതം. ഇവിടെ ഉള്ളിൻ്റെ ഉള്ളിൽ എല്ലാവരും ഭഗവാൻ ഭക്തന്മാർക്കായിക്കൊണ്ടാണ് മേൽപ്പത്തോ വർണ്ണിക്കുന്നത്, തിരിച്ചു തരുന്നത്. അത് നമ്മളതിൻ്റെ അതുപോലെ തന്നെ എടുത്തിട്ട് നമ്മളെ ഹൃദയത്തിൽ സ്ഥിതി ചെയ്യിക്കണം. ശക്രാശ്മ ഇന്ദ്രനീലം. ശക്രാശ്മ എന്ന് പറഞ്ഞാൽ ശക്രൻ ഇന്ദ്രൻ. തപോജ്വല കനകദീപം വിവിധചേലം ദദാനം. അതിൻ്റെ താഴത്തായിട്ട് ഭഗവാന്റെ മഞ്ഞ നിറത്തിലുള്ള കനകദീപം വിവിധചേലം മഞ്ഞ പട്ട് വസ്ത്രം അരയിൽ ഉടുത്തിരിക്കുന്നു. അതിൻ്റെ മേലെ എന്തുണ്ട്? ചാർത്തിയ രത്നമാല. ഭഗവാന്റെ നെഞ്ചിനുള്ളിൽ പറഞ്ഞല്ലോ, ഭഗവാന്റെ തിരുമാറും കണ്ഠദേശം ശ്രീവത്സം എന്ന മറുവ്. ആ ശ്രീവത്സം എന്ന മറുതിയിനുള്ളിലും ഈ വനമാലേൻ്റെ ഉള്ളിനുമായി ഭഗവാന്റെ നെഞ്ചിലിങ്ങനെ ആ മുത്ത് പവിഴമാലകൾ അങ്ങനെ രത്നമാലകൾ അങ്ങനെ ഇങ്ങനെ ഇളകിക്കൊണ്ടിരിക്കുമ്പോൾ ഭഗവാന്റെ ആ ഇതും കാണുന്നു. ഭഗവാന്റെ ശ്രീവത്സം അടയാളമാണ്. ആ അടയാളത്തിൽ ഇങ്ങനെ ഇതാക്കുമ്പോൾ അടയാളവും ഭംഗിയുള്ളതായിത്തീരുന്നു. അതിൽ ചെറിയ വണ്ടുകൾ മൂടി നടക്കുന്ന ചെറിയ വണ്ടുകൾ ഭഗവാന്റെ ആ മാലയിലും അണിഞ്ഞിരിക്കുന്നു. മൂടി നടക്കുന്ന വണ്ടുകളും തൃക്കഴുത്തും അങ്ങയുടെ ശരീരത്തിൽ ചേർത്തുണ്ടാക്കിയ ആ ഭാവങ്ങളും ഭഗവാനെ എൻ്റെ മനസ്സിൽ പതിയണമേ. ഇപ്പം ഏകദേശം ഭഗവാന്റെ ഇവിടം വരെ വർണ്ണിച്ചു. ഇവിടം വരെ നിങ്ങൾ ഭഗവാനെ ഉള്ളിൽ കണ്ടിരിക്കണം. ഈ പറയുന്ന പോലെ അങ്കേ പഞ്ചാംഗരാഗൈ ഏഴാമത്തത് അതിശയ വികസ സൗരഭാദൃഷ്ടലോകം ലീനാനേകത്രിലോകീ വിദതിമവികൃശാം വിഭ്രതം മധ്യവല്ലീ അങ്ങേ പഞ്ചാംഗരാഗി. അങ്ങയുടെ ശരീരത്തിൽ ചേർത്തുണ്ടാക്കിയ കളപക്കൂട്ടി. ആ ഭഗവാൻ ശരിക്കും പുറത്ത് വന്നു. പഞ്ഞപത്രം ഇവിടെ കാലിൻ്റെ ഇവിടം വരെ എത്തുന്നത് ഒരു രൂപം ശരിക്ക്
മേൽപ്പത്തോർ ഭട്ടതിരിയും ഉണ്ട് കാണാനായി. അംഗ പഞ്ചാംഗരാജ അതിശയ വികസത് സൗരഭാകൃഷ്ടലോകം. ഈ ലോകത്തെ മുഴുവൻ ഭഗവാനിന്ന് രൂപത്തിൽ പുറത്തുവരുമ്പോൾ ഭഗവാന്റെ ശരീരത്തിൻ്റെ മണം, അതിൻ്റെ ചുറ്റുപാടും സർവ്വ ലോകങ്ങളിലും ആ ഭഗവാന്റെ സുഗന്ധം. അതായത് ഭഗവാൻ അവതരിക്കുമ്പം എല്ലാവരും അറിയും. മേഖലയുള്ള ദേവകളും ദേവന്മാരും മുനിമാരും മുനികളും നാരദരും എല്ലാവരും എല്ലാ ആൾക്കാരും മുമ്പിൽ ഭഗവാൻ ജനിക്കാൻ പോവുകയാണ് എന്നുള്ള അത് കാണിക്കും. അതിനാണ് ഭഗവാന്റെ കളഭക്കൂട്ട് എന്തൊക്കെ ചേർന്ന കസ്തൂരി, കുങ്കുമം, അവിൽ, ഗോരോചനം, ഹരിചന്ദനം. അതാണ് 5 പഞ്ചാംഗ രാഗങ്ങൾ. ആ പഞ്ചാംഗ രാഗങ്ങൾ അതിശയമുണ്ടാക്കുന്നതാണ് സൗരഭാകൃഷ്ടലോകം. ആ ലോകത്തെ മുഴുവൻ നല്ല സുഗന്ധം വഹിക്കുന്ന. പക്ഷെ എന്താ അവിലെങ്ങനെ വരുന്നത്? അവില് ഈ കളഭച്ചാർത്തിൽ അവില് വരും. കസ്തൂരി, കുങ്കുമം, അവിൽ, ഗോരോചനം, അത് നാരായണീയത്തിൽ പറയുന്നുണ്ട്. ഹരിചന്ദനം ഇതാണ്. പിന്നെന്താ പറയുന്നത്? ഭഗവാന്റെ ആ ശരീരം ഇതുവരെ വർണ്ണിച്ച് പിന്നെ ആ ഒരു ഇതാണ് വർണ്ണിക്കുന്നത്. അത് വർണ്ണിക്കുമെന്ന കൃശാം എത്ര കൃശമായിട്ടുള്ളതാണ്, നേരിയതാണ്. നിങ്ങളുടെ ആ ശരീരം ഭഗവാന്റെ വയറ് എത്ര നേരിയ കൃശഗാത്രമായിട്ടുള്ളതാണ്. അതിലല്ലേ ഈ ബ്രഹ്മാണ്ടം മുഴുവൻ കിടക്കുന്നത്. ആ ബ്രഹ്മാണ്ടം, അതിലെ കൃമികൾ പോലും സർവ്വജീവജാലങ്ങൾ പോലും എല്ലാറ്റിലും ഇത് കിടക്കുന്നതും ഭഗവാന്റെ വയറിലാണ്. ആ കൃശമായ ഗാത്രം ശരീരം. അതിൻ്റെ മേലെയാണ് പീതചൈലം ദദാനം ചാർത്തിയത്. അതിൻ്റെ മേലെയാണ് അരഞ്ഞാണം. അതിലാണെങ്കിൽ ഒരുപാട് സ്വർണ്ണമണികൾ ഈ അരഞ്ഞാണത്തിൻ്റെ മേലെ ഇന്നത്തോളം ചുറ്റിയിട്ടുണ്ട്. വ്യായാമോ ദീപരശ്മി സ്ഫുട മണിരശന കിന്തുണി മണ്ഡിതംവ. എന്താ ദീപരശ്മി പ്രഭയും മണിരശന കിന്തുണി മണ്ഡിതം. കിന്തുണിയൊരു കാലിന് ഇതുണ്ട്, പാദസരം, അതിലെല്ലാം കിങ്കിണികൾ ചേർത്തിട്ടാവുള്ളത്. അതുകൊണ്ട് അതിൻ്റെ ഭംഗിയുള്ള ഇത് കാണുമാറാകണമേ. ആ രൂപം ഭഗവാന്റെ എന്നിൽ ഹൃദയസ്ഥിതമായിട്ടുള്ള സ്ഥലത്ത് എനിക്ക് കാണുമാറാകണമേ. അത്രയും ഭംഗിയോടും ഭക്തിയോടുകൂടി എപ്പോഴും നിങ്ങൾ ഹൃദയസ്ഥിതം എന്ന് പറഞ്ഞാൽ ആ രാവിലെ ചായ കുടിക്കുന്ന, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന, ഉച്ചയ്ക്ക് ചോറ് തിന്നുന്ന, അതുപോലെ ഒരു സമയം എനിക്കും ഹൃദയസ്ഥിതം, ഭഗവാനെ ഹൃദയസ്ഥിതമാക്കാൻ, ഉള്ളിൽ നിറച്ചു വയ്ക്കാൻ, ആ ഹൃദയത്തിൻ്റെ ഉള്ളിലുള്ള ആ കൂർമ്മമായിട്ടുള്ള, കൂർമ്മം എന്ന് പറഞ്ഞാൽ അർത്ഥം വേറെ, പിന്നെ ഇത് താമരയുടെ മുകുളമില്ലേ, അതുപോലത്തെ ആ ഒരു സാധനം. ഇനി വർണ്ണിക്കുന്നത് ഭഗവാന്റെ കാലുകൾ, തുടകൾ, മുട്ടുകൾ, കണങ്കാൽ, തൊടുത്തുമിനത്ത തുടകൾ, ഊരു ചാരു തവോരു കനമസൃണരുജൗ ചിത്തചോരൗരമായ. ഭഗവാന്റെ കാലുകളും തുടകളും തവോരു കണങ്കാൽ കനമസൃണ രുചവ്, അങ്ങനെ വണ്ണം വെച്ചിട്ടുള്ള ഭഗവാന്റെ ആ കാലുകൾ കണ്ടിട്ട് ചിത്തചോരൗരമായ, മനം കവർന്ന രമയാണ്, രുക്മിണിയാണ്. മനം കവർന്ന കാലുകൾ. ഇപ്പം ഭട്ടതിരി ഒരല്പം ഒരു പരിഹാസത്തോടെ, ഒരു ചെറിയൊരു തമാശയോടുകൂടി ഭഗവാനോട് ചോദ്യം, പരിഹാസമല്ല, ഒരു ചെറിയ ഒരു തമാശ. വിശ്വക്ഷോഭം വിശൃംഗ്യ ധ്രുവ മനുഷ്യമുഖവും പ്രീതചേല വൃതാംഗവും. ഭഗവാനെ വിശ്വക്ഷോഭം, ഈ വിശ്വം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന സ്ത്രീകൾ അല്ലെങ്കിൽ ഭക്തന്മാർ അങ്ങയുടെ കാലുകൾ കണ്ട് ഭ്രമിച്ചതുപോലെ ഭ്രമിക്കുമെന്ന് കരുതിയാണോ അങ്ങ് ഇവിടുന്ന് തുടങ്ങി ഈ കാൽപാദം വരെ മഞ്ഞപ്പട്ട് ധരിച്ചിരിക്കുന്നത്? കാലിൻ്റെ ഒരംശം ഒരു ഫോട്ടോത്തിൽ നമ്മൾ ഭഗവാന്റെ കാല് കാണുന്നില്ല. അത് ഇതുകൊണ്ടായിരിക്കോ രമയ്ക്ക് അത് കാണുമ്പോൾ ഒരാഗ്രഹം വന്നതെന്ന്. അപ്പോൾ അതുപോലെ എൻ്റെ ഭക്തന്മാരും അങ്ങനെ ആകരുത്.
മഞ്ജീരം മഞ്ജുനാഥൈരിവ പദഭജനം ശ്രേയിത്യാലപന്തം പാദാഗ്രം ഭ്രാന്തി മജ്ജത് പ്രണതജന മനോമന്ദാരകൂർമ്മം. മഞ്ജീരം മഞ്ജുനാഥൈരിവ, ഞാൻ ഭജിക്കുന്നു. നമ്മളറിയാം മഞ്ജീര ശിഞ്ചിതം എന്നെല്ലാം നമ്മളോരോ കഥകളെല്ലാം വായിക്കുമ്പോൾ ടീച്ചറിലെല്ലാം ശ്രീനിവാസനെല്ലാം പറയുന്നത്. മഞ്ജീര ശിഞ്ചിതം എന്ന് പറഞ്ഞാൽ മഞ്ജുനാഥൈരിവ പദഭജനം, പദം പാദം അടിയിൽ ഇത് ഇവിടം വരെ ഇത് കഴിഞ്ഞാൽ അതിൻ്റെ മേല കൂർമ്മം പാലാഴി മദനം കഴിയുമ്പോൾ അതിൽ കൂർമ്മം പൊന്തിക്കുന്നുണ്ട് എന്തെന്ന് ഭൂമിയെ. അതുപോലെ ഇവിടെ പൊന്തിക്കുന്നത് എന്തെന്നാണ്? മന്ദോരാധാര കൂർമ്മം മാതാവ്രം ഭ്രാന്തി മജ്ജത് പ്രണതന മന മന്ദാര കൂർമ്മം. എന്തെന്നാ? ആ കാലിൻ്റെ പുറവടി, കാലിൻ്റെ ഈ മേലത്തെ ഭാഗം ആമയുടെ ഇതുപോലെ അതിൻ്റെ മേൽഭാഗം ഭഗവാന്റെ കാല് അതുപോലെയാണ്. പുറവടി പൊന്തിയിട്ടാണ്. പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ ആ ഇത് കണ്ടു കഴിഞ്ഞാൽ മോനെ മനസ്സിലാവും. പത്മസ്വാമി ക്ഷേത്രത്തിൽ ആ ഭഗവാൻ ഇങ്ങനെ കടന്നു കഴിഞ്ഞാൽ ചന്തി മാത്രമേ തട്ടുള്ളൂ, ഈ ഉൾഭാഗം തട്ടില്ല, തല മാത്രമേ തട്ടുള്ളൂ. പാദം ഇങ്ങനെ ആമേൻ്റെ ഇത് മാതിരി പുറവടി ഇങ്ങനെ പൊന്തിയിട്ടുണ്ടാകും. അത് എവിടെയും കാണുവാണെങ്കിൽ ആരെങ്കിലും നോക്കിയാൽ മനസ്സിലാവും. എൻ്റെ ഉത്തുംഗാതാമ്ര രാജൻ നഗര ഹിമകര രാജൻ നഗര ഉത്തുംഗാതാമ്രം നടുവുയർന്ന രാജൻ നഗര ഹിമകര ജ്യോത്സ്നയാ ശാസ്ത്രിതാനാം. ജ്യോത്സ്ന എന്ന് പറഞ്ഞാൽ നിലാവിൻ്റെ വെളിച്ചത്തിൽ ആ ഭഗവാന്റെ അതിമനോഹരമായ മംഗലാം അങ്കുലികൾ എന്ന് പറഞ്ഞാൽ വിരലുകൾ നഖങ്ങൾ മുഴുവൻ വെളുത്ത് കാണുന്നു. അങ്ങനെയുള്ള ആ ഇത് ഭഗവാനെ എന്നും എൻ്റെ കൺമുന്നിൽ കാണുമാറാകണേ ഭഗവാനെ. യോഗീന്ദ്രാണാം തദംഗേക്ഷധിക സുമധുരം മുക്തിവാജാം നിവാസോ ഭക്താനാം കാമവർഷദ്യുതവിലികലയം നാദദേവാദമൂലം നിത്യം ചിത്തസ്ഥിതം മനസ്സിൻ്റെ ഉള്ളിൽ നിത്യം ഭഗവാനെ പ്രതീക്ഷിച്ചിട്ടുള്ള ഒരു 10 മിനിറ്റ് ഭഗവാനെ ഉള്ളിൽ കണ്ടിട്ട് പ്രാർത്ഥിക്കണം മക്കളെ. എല്ലാവരും ഈ ത്രിഭുവനത്തിലെ എല്ലാവർക്കും വേണ്ടിയിട്ട് പറയുന്നതാണ്. നിത്യം ചിത്തസ്ഥിതം മേ പവന പുരപതേ കാരുണ്യ സിന്ധോ നിത്യം ചിത്തസ്ഥിതം മേ പരപ ഭക്താനാം കാമവർഷദ്വി തരുവിശിലയം നാദദേ പാദമൂലം നിത്യം ചിത്തസ്ഥിതം മേ പവന പുരപതേ കൃഷ്ണാ കാരുണ്യ സിന്ധോ വിശേഷതാമ പ്രതിശതോ പരമാനന്ദ സന്തോഹലക്ഷ്മി. യോഗീന്ദ്രന്മാർക്കും മുനികൾക്കും ഏറ്റവും മധുരമായി തോന്നിയ തദംഗേഷധിക സുമധുരം, ഏറ്റവും മധുരമായി തോന്നിയ മുക്തിഭാജാം നിവാസോ, മുക്തി കൊടുക്കുന്ന ജനങ്ങൾ ഭഗവാന്റെ ഈ പാദങ്ങളിലാണ് ഇതായിട്ടുള്ളത്. പാദങ്ങളിലാണ് നിവസിക്കുന്നത്. അങ്ങനെയുള്ള അവരുടെ വാസസ്ഥാനം നമ്മൾ താമസിക്കുന്ന പോലെ അവർ ഇത് മോക്ഷം കിട്ടിക്കഴിഞ്ഞാൽ ഈ ഭഗവാന്റെ പാദങ്ങളിലാണ് അഭയം. ആ അഭയമുള്ള ഭക്താനാം കാമവർഷദ്യൂതി തരുവിശലയം നാദദേ പാദമൂലം. ഭഗവാന്റെ മനസ്സ് അങ്ങനെ ആയതുകൊണ്ട് യോഗീന്ദ്രന്മാരും മുനിമാരും എല്ലാം ഭഗവാന്റെ ആ പാവം ആ സ്ഥലത്തേക്കാണ് ആരുള്ളത്? പരമാനന്ദ സന്തോഹലക്ഷ്മി കൃഷ്ണ കാരുണ്യ സിന്ധോ നിശേഷതാപാൻ പ്രതിശതു പരമാനന്ദ സന്തോഹലക്ഷ്മി. അത് പറയുമ്പം മോനെ അവിടെ സുഖമുണ്ട്. മുക്തി ലഭിച്ചിട്ട് പോയാലും അവിടെ അമ്മയുള്ളത് കൊണ്ട് ലക്ഷ്മി ദേവി ഉള്ളത് കൊണ്ട് അവർക്ക് സന്തോഷം ഉണ്ട്. പോകുന്നവർക്ക് സന്തോഷമുണ്ട് എന്നാണ് പറയുന്നത്. മുക്തി കിട്ടിയപ്പോൾ നമ്മളവിടെ ഇതായി പോകുന്നില്ല. അജ്ഞാത്വാത്തേ മഹത്വം യതിഹ നിഗദിതം വിശ്വനാഥാക്ഷമേത. അവസാനം ഭട്ടതിരി അവസാനിപ്പിക്കുന്നതാണ്. ശ്രദ്ധിക്കുക. അജ്ഞാത്വാത്തേ മഹത്വം യതിഹ നിഗദിതം വിശ്വനാഥാക്ഷമേത. സ്തോത്രം ചെയ്ത്
സ്തോത്രം ചെയ്ത് ഞാൻ രചിച്ചു. എന്തിന്? സഹസ്രോത്തരം അധികതരം. സഹസ്രോത്തരം അധികതരം എന്ന് പറഞ്ഞാൽ 1000 ശ്ലോകങ്ങളേക്കാൾ കൂടുതൽ ഞാനത് വർണ്ണിച്ചു. എന്തിനാ? എനിക്ക് ഭഗവാനിൽ നിന്നും അധികമായ പ്രസാദം എനിക്ക് കിട്ടണമെന്ന് കരുതിയിട്ട്. അതെൻ്റെ ഒരു ആഗ്രഹമാണ്. ഭഗവാനെ അത് തെറ്റായിട്ട് കാണരുത് എന്ന് പറയുന്നതാണ്. ദ്വേദ നാരായണീയം ശ്രുതിഷു ചനുഷ. ദ്വേദ രണ്ട് തരത്തിൽ നാരായണീയം. ശ്രുതിഷു എന്ന് പറഞ്ഞാൽ വേദത്തിൽ ഞാൻ രചിച്ചിട്ടുണ്ട്. ഞാൻ ജനങ്ങൾക്ക് വേണ്ടിയും ഭഗവാന് വേണ്ടിയും. ഭഗവാന് വേണ്ടിയിട്ടാണ് ഭഗവാൻ അത് ഭക്തജനങ്ങൾക്ക് കൊടുക്കും. ജനുഷ സുഖ്യതാവർണ്ണന ഇത്രയും അതിമധുരമായി ശ്രുതിച്ച് വർണ്ണിച്ചിട്ടുണ്ട്. സ്ത്രീതം നീലാവതാരേ ഇതമിഹ കുരുതാ ആയുരാരോഗ്യ സൗഖ്യം ഭഗവാൻ അങ്ങനെയുള്ള ഈ നാരായണീയം വായിക്കുന്ന എല്ലാ ജനങ്ങൾക്കും ഭഗവാൻ എനിക്ക് തന്ന പോലത്തെ സുഖങ്ങളും ദുഃഖങ്ങളും ആയുരാരോഗ്യ സൗഖ്യം വരെ ഭഗവാനെ കൊടുക്കണം. അജ്ഞാത്വാത്തെ മഹത്വം ഹേ വിശ്വനാഥ ഇതഹ നിഗദിതം. വിശ്വനാഥ ക്ഷമേത. നിഗദിതം ഒന്ന് നോക്കൂ ഭഗവാനെ. സ്തോത്രം എന്ന് പറഞ്ഞാൽ ശ്ലോകങ്ങൾ ഞാൻ ഞാൻ രചിച്ചു. സഹസ്രോത്തരത്തിലും അധികം പ്രസാദായ അതിൽ രചിച്ചതിൽ ഭഗവാൻ സന്തുഷ്ടനാവണം. പ്രസാദായ വേദാ നാരായണീയം സുധിഷുജനുഷ സുഖ്യതാവർണ്ണനേന. 2 തരത്തിൽ നാരായണീയം വർണ്ണിക്കാം. ഒന്ന് നാരായണനാൽ രചിക്കപ്പെട്ടത്, അല്ലെങ്കിൽ ഭഗവാനെ കൊണ്ട് എഴുതിച്ചത്. നാരായണനെ കൊണ്ട് എഴുതിച്ച ഇത് സുഖ്യതാവർണ്ണനേന. നാരായണൻ 2 തരത്തിൽ പറയാം. ഒന്ന് നാരായണനാൽ എഴുതപ്പെട്ടത്, ഒന്ന് നാരായണനെ പറ്റി സ്തുതിച്ചത്. സ്പീതം ലീലാവതാര ഇതമിഹ കുരുതാ. സ്പീതം പരിമുഷ്ടമാക്കപ്പെട്ട ഈ ലീലകളിൽ ഇതമിഹ കുരുതാ ആയുരാരോഗ്യ സൗഖ്യത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോഴത്തേക്കും ഭഗവാന്റെ മേൽപ്പത്തൂറിൻ്റെ വാതരോഗം മാറി എന്നിട്ടാണ് പിന്നെ ഭഗവാന്റെ മുമ്പിൽ ഇത് ബാക്കിയുള്ളത് എഴുതി വെക്കുന്നത്. അങ്ങനെ നാരായണീയത്തിൻ്റെ ആ ഇത് ഇവിടെ അവസാനിക്കുന്നു. പിന്നെ ഭഗവദ്ഗീത കിഞ്ചിദീത ഗംഗാജലലവകനികാഭീത സുഹൃദയസ്യ മുരാരി സമർച്ച യസ്യ യമകിം കുരുദേ ചർച്ച. ഭഗവത്ഗീത അല്പമെങ്കിലും പഠിച്ചിരിക്കുക, ഗംഗാജലം കുറച്ചെങ്കിലും കുടിച്ചിരിക്കുക, ഒരിക്കലെങ്കിലും മുരവൈദ്യെ ഭഗവാൻ ശ്രീകൃഷ്ണനെ പൂജിക്കുക. അങ്ങനെയുള്ളവരെ പറ്റി യമൻ ചർച്ച ചെയ്യുകയേയില്ല. പിന്നെ േയം ഗീതാ നാമ സഹസ്രം േയം ശ്രീപതിരൂപമജസ്രം േയം സജ്ജന സംഗേ ചിത്തം േയം ദീനജനായ ചരിത്രം. ഭഗവത്ഗീതയും വിഷ്ണു സഹസ്രവുമാണ് എപ്പോഴും ഗാനം ചെയ്യപ്പെടേണ്ടത്. ലക്ഷ്മിയുടെ പതി മഹാവിഷ്ണുവിൻ്റെ രൂപത്തെയാണ്, ലക്ഷ്മിപതിയുടെ രൂപത്തെയാണ് എപ്പോഴും ധ്യാനിക്കേണ്ടത്. സജ്ജന സംസർഗം എപ്പോഴും വേണം. ഒന്നിക്കൽ ഉള്ളെടുക്ക പോയി കേൾക്കുക മക്കളെ, അല്ലെങ്കിൽ TV അല്ല മൊബൈലിൽ വരുന്നുണ്ട്, അത് നിങ്ങൾ സത്സംഗം വെക്കുന്ന മാതിരി ഒരു അരമണിക്കൂർ കേൾക്കുക. അയച്ചമണി 2 കൂടി ഒന്നും കൂടി. പ്രാണായാമം. എന്താ പ്രാണായാമം? പ്രാണായാമം പ്രത്യാഹാരം നിത്യാനിത്യ വിവേക വിചാരം ജാപ്യ സമേത സമാധി വിധാനം പൂർവവദാനം മഹദവദാനം. എന്താ പ്രാണായാമം? പ്രാണായാമം എന്ന് പറഞ്ഞാൽ എല്ലാ ഇന്ദ്രിയ പ്രവർത്തനങ്ങളെയും ഇതിലേക്കൂടി കയറ്റി ഇപ്പുറം വിട്ട് ഇപ്പുറത്തേക്കൂടി കയറ്റി ഇപ്പുറം വിടുന്നുണ്ടല്ലോ, പ്രാണായാമം. അതിൻ്റെ അപ്പുറം എന്താ അതിൻ്റെ അർത്ഥം? എല്ലാ ഇന്ദ്രിയ പ്രവർത്തനങ്ങളെയും മാറ്റി നിയന്ത്രിക്കുക. എല്ലാ ഇന്ദ്രിയ പ്രവർത്തനയും, അതായത് നമ്മൾ ഇത് പറയുന്നുണ്ട്, നമുക്ക്
5 കർമ്മേന്ദ്രിയങ്ങളും 6 ജ്ഞാനേന്ദ്രിയങ്ങളും ഉണ്ട്. അതിനെയെല്ലാം നിയന്ത്രിക്കാനാണ് പറയുന്നത്. ഇങ്ങനെ വരെ വെക്കുമ്പോൾ ഇങ്ങനെ ഇത് കൊണ്ടുവരുമ്പോൾ ഇതെല്ലാം അടഞ്ഞ് ശ്വാസം കഴിക്കുമ്പോൾ അതിലെല്ലാം പോകും. മറ്റേത് പ്രാണായാമം ചെയ്യുമ്പോൾ ഉള്ളിലുള്ള ആ ഇതെല്ലാം നമ്മൾ വലിക്കും. മറ്റേത് വലിച്ചെടുക്കുന്നത് നല്ലതും ഉള്ളിലേക്ക് വിടുന്നത് ഉള്ളിലുള്ള വേണ്ടാത്ത കാര്യങ്ങളല്ല. പിന്നെ പ്രാണായാമം പ്രത്യാഹാരം എന്താ നിരീക്ഷേട്ടാ? പ്രത്യാഹാരം എന്താ? പ്രാണായാമം പ്രത്യാഹാരം എന്ന് പറഞ്ഞാൽ എല്ലാ വിഷയങ്ങളിൽ നിന്നും നമ്മുടെ ഇന്ദ്രിയങ്ങളെ ഉള്ളിലേക്ക് വരിക. നമ്മുടെ കണ്ണുകൾക്ക് കാണാത്തത് കാണണ്ട, പറയാൻ പാടില്ലാത്തത് വായു കൊണ്ട് പറയണ്ട, പിന്നെ കേൾക്കാൻ പറ്റാത്തത് കേൾക്കണ്ട. അത് നമ്മളെ ബാധിക്കുന്നില്ലല്ലോ. അത് പറഞ്ഞോട്ടെ, നമുക്കത് കേൾക്കണ്ട, നമുക്കത് ആവശ്യമില്ല. അത് കേട്ടിട്ട് എനിക്കൊന്നും കിട്ടാനും പോകുന്നില്ല. അതുകൊണ്ട് എല്ലാ ഇന്ദ്രിയ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുക, എല്ലാ വിഷയങ്ങളിൽ നിന്നും എല്ലാ ഇന്ദ്രിയങ്ങളെയും ഉള്ളിലേക്ക് നിത്യങ്ങളും അനിത്യങ്ങളുമായവയെ തിരിച്ചറിയുക. നിത്യമേത് അനിത്യമേത്? ഭഗവാൻ അനിത്യമാണ്. ആ അനിത്യമായ ആയത് നമ്മൾ മറക്കരുത്. എന്തെന്ന് കിട്ടിയാലും ആശ മാറാത്ത കുറേ ആൾക്കാരുണ്ട്. സത്സംഗത്തെ നിസ്സംഗത്വം. സത്സംഗം എന്ന് പറഞ്ഞാൽ സജ്ജന സംസർഗം വേണം. ആ സജ്ജന സംസർഗം ഉണ്ടായാൽ നമ്മുടെ വിഷയാസക്തി മുഴുവൻ നശിക്കുന്നു. പിന്നെ നമുക്ക് ആ ഒരു ഇത് വരില്ല. അവിടെ എന്താ? സത്സംഗത്തെ നിസ്സംഗത്വം, നിസ്സംഗത്തെ നിർമോഹത്വം. നമുക്ക് ഉണ്ടായാലും വേറെത്തിൽ അത് കാണുമ്പോൾ അത് വേണേനും, എനിക്ക് മറ്റേത് വേണേനും, അല്ലെ അത് മതിയായിട്ട് എനിക്ക് ഇപ്പുറത്തെ വേണേനും എന്നൊരു മനുഷ്യന് തോന്നുന്നുണ്ടെങ്കിൽ അത് നിത്യ വിവേക വിചാരം. നിർമോഹത്വം. പിന്നെ നിസ്സംഗത്തെ അതായിക്കഴിഞ്ഞാൽ നിർമോഹത്വം. നമുക്കൊരു ചായ കുടിക്കണമെന്ന് തോന്നി, ആടുന്ന അരമണിക്കൂർ മുമ്പ് പിന്നെ ഒരു ചായ കുടിക്കണം. അത് മോഹം അതിക്രമിച്ചു പിന്നെ ഒരു ചായ കുടിക്കണം. അത് നിർമോഹത്വമാണ്. ആ നിർമോഹത്വം നശിക്കണമെങ്കിൽ നമുക്ക് എന്തുണ്ടാവണം? വ്യാമോഹങ്ങൾ ഇല്ലാതാവണം. വിഷയാസക്തി ഇല്ലാതാവുന്നതോടെ ഈ വ്യാമോഹങ്ങളും ഓട്ടോമാറ്റിക്കലി ഭഗവാൻ നമ്മളത് നിർത്തും. ഭഗവാൻ ഇതിൽ പോയി കഴിഞ്ഞാൽ ഭഗവാൻ നമ്മളെ നേർക്ക് കൊണ്ടുപോകും, ആ വഴി കാണിച്ചു തരും. വിമോഹവിക്തനാവുമ്പോൾ എന്തെന്ന്? വ്യാമോഹ വിമുക്തനാവുമ്പോൾ. വ്യാമോഹം എന്ന് പറഞ്ഞാൽ അത്യാഗ്രഹം, അതെല്ലാം ആവുമ്പോൾ തത്വബോധം ഉണ്ടാകും. ആൾക്കാർക്ക് വെളിവ് വരും. അതാണ് തത്വബോധം എന്ന് പറയുമ്പോൾ. വെളിവെന്നല്ല, ഉള്ളിൽ തത്വബോധമുണ്ടാകും. ആ തത്വബോധം ഉണ്ടായാൽ ഭഗവാൻ ജീവൻ മുക്തി പ്രാപിക്കും. അതാണ് തത്വബോധം ഉണ്ടാവണം. നമുക്ക് ആ തത്വബോധം ഉണ്ടായാൽ പിന്നെ ഭഗവാൻ ഏറ്റെടുത്തോളും നമ്മളെ കാര്യവും. പിന്നെ ഒന്നും പറയണ്ട. പിന്നെ ഒരു ഇതും കൂടി ഇപ്പം ഈ ചായനൊക്കെ ഭൂമിക്കാൻ പറ്റും. പൊന്ന് കണ്ടിട്ട് എനിക്ക് ഒരുപാട് വാങ്ങണം. നല്ല പ്രഭാഷണം. എല്ലാവരും കണ്ടതും കേട്ടതും നമുക്ക് അനുഭവങ്ങൾ. രാത്രി ഉറങ്ങാൻ കിടന്നാൽ രാവിലെ ഉണരുമെന്ന് ഉറപ്പില്ലാത്ത ലോകത്തിൽ നമ്മൾ എന്തിന് അഹങ്കരിക്കണം? നമ്മുടെ ശരീരം വേദനിപ്പിക്കാൻ എല്ലാവർക്കും കഴിയും. നമ്മുടെ മനസ്സിനെ വേദനിപ്പിക്കാൻ നമ്മൾ ജീവന തുല്യം സ്നേഹിച്ചവർക്ക് മാത്രമേ കഴിയൂ. മായ്ച്ചു കളയണം ചില വാശികൾ, പറഞ്ഞു തീർക്കണം ചില പരിഭവങ്ങൾ, മാറ്റി കൊടുക്കണം ചില തെറ്റിദ്ധാരണകൾ. അതിന് സംസാരിച്ചാലേ പറ്റുമോ? ഒരു വ്യക്തി നമ്മളെ ഇതിൽ എല്ലാം ഉണ്ടെങ്കിൽ അത് നമ്മൾ സംസാരിച്ച് തീർക്കണം, അല്ലെങ്കിൽ മാറ്റിക്കൊടുക്കണം അവരെ തെറ്റിദ്ധാരണകൾ. നമ്മൾ എന്താ പറയുന്നു എന്നുള്ളതിന് നമ്മൾ അധികാരികളല്ല. ഈ കേട്ടവർ എന്ത് മനസ്സിലാക്കുന്നു, അതിനെന്ത് അർത്ഥം കാണുന്നു, അതാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുക. ജീവിതത്തെക്കുറിച്ച് നമ്മൾ സ്വാർത്ഥരാവണം. കാരണം നിഷ്കളങ്കരെ എല്ലാവരും മുതലെടുക്കുന്ന ചരിത്രമേ ഉള്ളൂ. ജീവിച്ചിരിക്കുമ്പോൾ എത്ര വലിയ വീട് വെച്ചാലും, എത്ര വലിയ കാറ് വാങ്ങിയാലും, സ്വന്തമാക്കിയാലും, എത്ര ബാങ്ക് ബാലൻസ് ഉണ്ടായാലും കല്ലറയുടെ വലിപ്പം തുല്യമാണ്. അത് മനസ്സിലാക്കുക. ബെസ്റ്റ് ഒന്നാമത്തെ പോയിന്റാണ്. കല്ലറയുടെ വലിപ്പം തുല്യമായിരിക്കും. എളിമയോടെ ജീവിക്കുക, സഹായിക്കുക, സ്നേഹിക്കുക, സഹകരിക്കുക.
ആരും നമുക്ക് മേലെയല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു. ആരും നമുക്ക് താഴെയല്ല, നമ്മളെല്ലാം തുല്യരാണ് ഈശ്വരൻ്റെ മുന്നിൽ. പക്ഷേ രണ്ടിൻ്റെയും രുചി വ്യത്യാസങ്ങൾ. എളിമയോട് ജീവിക്കുക, സഹായിക്കുക, സ്നേഹിക്കുക, സഹകരിക്കുക. ഉപ്പിനും പഞ്ചസാരയ്ക്കും ഒരേ നിറമാണ്, പക്ഷേ രണ്ടിൻ്റെയും രുചി വ്യത്യാസങ്ങൾ. അതുപോലെയാണ് സുഹൃത്ത് ബന്ധങ്ങളും. സ്നേഹിക്കാൻ ഒരു മനസ്സുണ്ടെങ്കിൽ അവിടെ ഒന്നിനും ഒരു കുറവുണ്ടാവില്ല. കുറവുകൾ അറിഞ്ഞ് സ്നേഹിക്കുമ്പോഴാണ് സ്നേഹം യാഥാർത്ഥ്യമാവുന്നത്. ഇര ചെറുതാണെങ്കിലും അവിടെ കൂര എന്ന് പറഞ്ഞാൽ വീട് ചെറുതാണെങ്കിലും അവിടെ സമാധാനമുണ്ടെങ്കിൽ അത് കൊട്ടാരത്തിന് തുല്യമാണ്. സഹായിക്കുന്നതിനേക്കാൾ വലിയ കാര്യമാണ് ആരെയും ഉപദ്രവിക്കാതിരിക്കുക എന്നുള്ളത്. അനുഭവത്തിൻ്റെ തീച്ചൂളയിൽ ചുട്ടെടുത്ത വാക്കുകൾക്ക് ചിലപ്പോൾ ഭംഗി കുറവായിരിക്കും. അതാണ് നമ്മളെക്കാൾ താഴ്ന്നവരെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുക. അവർ എത്ര ഉയരത്തിലാണെന്ന് നമ്മൾ പറയുന്നതിന് നമ്മൾ ഉത്തരവാദിയാണ്. അത് കേൾക്കുന്നവർ എങ്ങനെയാണ് മനസ്സിലാക്കിയതെന്ന് നമ്മൾക്ക് ഉത്തരവാദിയല്ല. ഒരു കൊമ്പിൽ നിന്ന് മറ്റൊരു കൊമ്പിലേക്ക് പറക്കുന്ന പക്ഷി കിളി പഠിപ്പിച്ചു തരുന്ന ഒരു പാഠമുണ്ട്. ഈ ലോകത്തിൽ ഒന്നും നമുക്ക് ശാശ്വതമല്ല. അതാണ് മോനെ ഒരാൾക്ക് ഒരാളോടുള്ള അറ്റാച്ച്മെൻറ്റ്. ഒരു ലിമിറ്റ് കഴിഞ്ഞാൽ ഒരു സഹോദരിയോടെന്ന പോലെ, ഒരു സഹോദരനെന്ന പോലെ അങ്ങോട്ടും ഹെൽപ്പ് ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്തിട്ട് ജീവിതം മുന്നോട്ട് നല്ല സമാധാനത്തിൽ സന്തോഷത്തിലും കൊണ്ടുപോകുക. അതാണ് അധികം ആരും ആശ്രയിക്കരുത് എന്ന് പറയുന്നത്. ഒറ്റയ്ക്ക് ജീവിച്ചു കഴിഞ്ഞാൽ, ഒറ്റയ്ക്കിരിക്കുമ്പോൾ നമ്മൾ പണിയെല്ലാം കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും താല്പര്യമില്ലെങ്കിൽ നമുക്കിത് ഓട്ടോമാറ്റിക്കലി നമ്മളെ മനസ്സിൽ വരും. അത് വായിച്ചു നോക്കാം, അല്ലെങ്കിൽ ഇത് വായിച്ചു നോക്കാം. അങ്ങനെയാണ് മോനെ സുനേച്ചി ഇതെല്ലാം പഠിക്കാൻ കഴിയും. നമ്മൾക്ക് സ്നേഹം ചെറുപ്പത്തിൽ സുലഭമായി കിട്ടുന്നു. പക്ഷേ എങ്കിൽ വലുതാവുമ്പോൾ നമ്മൾ ആ സ്നേഹത്തിന് അധ്വാനിക്കേണ്ടി വരുന്നു. നമ്മളെ കൗമാരം യൗവനം എല്ലാം ആകുമ്പോഴത്തേക്ക് നമ്മൾ അധ്വാനിക്കേണ്ടി വരുന്നു ആ ഒരാളെ സ്നേഹം കിട്ടാൻ വേണ്ടിയിട്ട്. നേരെ മറിച്ച് വാർദ്ധക്യത്തിലോ ആ സ്നേഹത്തിന് വേണ്ടി നമ്മൾ യാചിക്കുന്നു മക്കളെ മുമ്പിൽ. മോളെ അതില്ല, മോളെ അത് തരുമോ, മോളെ നമ്മൾ മക്കളെ ഒരു കഷ്ണം അയില കഷ്ണമാണെങ്കിൽ അത് മുറിച്ച് കഞ്ഞി കുടിച്ചിട്ട് മറ്റവർക്ക് അതിൻ്റെ ഇത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ 2 മക്കളെ വളർത്തുന്നു. എല്ലാവർക്കും മാപ്പ് കൊടുക്കുക, എന്നിട്ട് നല്ലത് മാത്രം വിചാരിച്ച് കിടക്കുക. അതിന് ഉറങ്ങുമ്പോൾ പറയേണ്ട 2 കാര്യങ്ങളുണ്ട് മോനെ. എൻ്റെ തുടക്കം അസ്മിൻ പരാത്മൻ നനു പാത്മകൽപ്പേ ത്വമിത്തമുത്താവിത പത്മയോനി അനന്തഭൂമാ മമ യോഗരാശി നിരുന്തിപാതാലയ വാസവിഷ്ണു. ഈ 2 വേൽപ്പത്തൂർ ഭഗവാനോട് എഴുതി പറഞ്ഞ് ഭഗവാൻ അത് ഇത് പറഞ്ഞിട്ടാണ് ഭഗവാൻ മേൽപ്പത്തൂറിൻ്റെ വാതരോഗം മാറ്റി കൊടുക്കുന്നത്. ലാസ്റ്റ് പറഞ്ഞ സംസ്കൃത ശ്ലോകത്തിന്റെ മലയാളം അസ്മിൻ പരാത്മൻ. അത് 8ാം ദശകത്തിൽ 13ാമത്തെ ശ്ലോകമാണ്. അസ്മിൻ പരാത്മൻ. അത് രോഗത്തെ ഇല്ലാതാക്കി എൻ്റെ രോഗം മാറ്റിത്തരണേ ഭഗവാനെ എന്ന് പറഞ്ഞു കൊടുക്കുന്നു. പിന്നെ എന്താണെന്നറിയോ, പിന്നെ നിങ്ങൾ കിടക്കാൻ പോകുമ്പോൾ പ്രാർത്ഥിക്കുക. അനായാസേന മരണം. ഭഗവാനോട് എന്നും പ്രാർത്ഥിക്കുക. അനായാസേന മരണം, വിനാദൈന്യേന ജീവിതം, വിനാദൈന്യേന ജീവനം. ദേഹാന്തേ ഉള്ളിൽ, ദേഹത്തിൻ്റെ ഉള്ളിൽ മമ സാന്നിധ്യം. അതായത് സ്നേഹാന്തേ തവ സാന്നിധ്യം ദേഹിമേ പരമേശ്വരൻ. തുടർന്നു എല്ലാവർക്കും പ്രണാമം. എല്ലാവർക്കും അതുപോലെ അനുസരിച്ച് സന്തോഷം. നിങ്ങൾക്ക് അങ്ങനെ മനസ്സുകൊണ്ട് നമ്മൾ സംസാരിക്കാൻ തോന്നിയതിൻ്റെ വലിയൊരു മഹാഭാഗ്യം. വളരെ സന്തോഷം. ബി കളേഴ്സ് നിങ്ങൾക്ക്